ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് രാവിലെയാണ് ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ലച്ചുമോളൊക്കെ കുളിപ്പിച്ച് സെറ്റായിട്ട് നിൽക്കുകയാണ്, ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ മുടി ഇതേ ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങളൊക്കെ മുടി എങ്ങനെ കെട്ടിയിടലാണോ അഴിച്ചിടലാണോ? ചിലരൊക്കെ പൊന്തിച്ച് ഇങ്ങനെ കെട്ടിയിടില്ലേ, ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കെട്ടൽ. പിന്നെ ഇട്ടിട്ട് നല്ല ലൂസിലാണ് കേട്ടോ പിന്നീട്, എന്നിട്ട് കിടന്നുറങ്ങലാണ് കേട്ടോ. എന്താണ് എന്തിനാ കഴുകണേ? അവളിതേ കുളിച്ച് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ കളിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു ഗ്ലാസ്സും കൊണ്ട് വന്നതാണ്. നല്ല മഴ പെയ്തു ഗൈസ്, നല്ല മഴ വെച്ചാൽ നല്ല ഹെവി ആയിട്ടുള്ള മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അയലിൽ നിന്ന് മുകളിലാണ് കേട്ടോ, അയൽ ടെറസിൻ്റെ മുകളിലാണ്. അവിടെ നിന്ന് തുണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവിടെ വെച്ചതാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം അമ്മ ഞാൻ ഇതൊക്കെ ക്ലീൻ ആക്കുന്ന വീഡിയോ കൂടി എടുത്ത് തരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വൃത്തിയാക്കുകയാണ്. ഇത് ഡെയിലി ചെയ്യുന്ന പണിയൊന്നുമല്ല ഗൈസ്, തോന്നുമ്പോൾ മാത്രം ചെയ്യുന്ന പണിയാണ്. അലമാരയിലായിരുന്നു ലച്ചുമോളെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നത്. അലമാരയിൽ നിന്ന് ഞാൻ നല്ല മടക്കി വൃത്തിയിൽ വെക്കും. അവൾ ചെറിയ അലമാര കേട്ടോ, അവൾക്ക് എത്തിപ്പിടിക്കാവുന്നുള്ളൂ. ചേരട്ടാൽ കയറിയാൽ ഫുള്ളായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ പുതിയതും പഴയതായിട്ടുള്ള എല്ലാ ഡ്രസ്സും ഒരുമിച്ചാണ് കേട്ടോ ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ ഇത് അച്ഛൻ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട്. കഞ്ഞി കൊടുക്കുകയാണ്. അച്ഛന് 12 മണി കഴിഞ്ഞിട്ടോ ഇപ്പം തന്നെ. അപ്പോൾ കഞ്ഞി കുടിക്കുകയാണ്. രാവിലെ ഓട്സ് കഴിച്ചതാണ്, അതിന് ശേഷമാണ് ഇപ്പോൾ കഞ്ഞി കുടിക്കുന്നത്. അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പം സിനിമ കാണണമെന്ന് പറയൊന്നുമില്ല, സംസാരിക്കില്ല. അപ്പോൾ ഇങ്ങനെ ആംഗ്യം കാണിക്കും, നമുക്ക് മനസ്സിലാവും. അപ്പം ഫോണാണ്, ടി വി ഇല്ല, ടി വി കേടായതാണ്. അപ്പോൾ ഫോൺ വെച്ചെടുക്കും, നല്ല ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് ഗൈസ്. ദിവസം ഏതെങ്കിലുമൊക്കെ മൂവി ഇങ്ങനെ യൂട്യൂബിൽ വെച്ചെടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ പറക്കുന്തളിക്ക് വെച്ചുകൊടുത്ത്, പക്ഷേ അത് ഇഷ്ടമായില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒച്ചയും വിളി ഉണ്ടാക്കി. അപ്പോൾ ഞാൻ സിനിമ മാറ്റി കൊടുത്തിട്ടോ, വേറെ ഏതൊരു മൂവി വെച്ച് കൊടുത്ത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ മുടിയൊക്കെ അഴിക്കുന്നുണ്ട്. ഞാൻ ചായയൊക്കെ കുടിച്ചതാണ് കേട്ടോ. ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കുക എന്നുള്ളതിനെ കൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. കുളിയൊക്കെ ലേറ്റ് ആവലൊക്കെ ഉണ്ട്, നേരത്തെ കാലത്തെ കുളിക്കലൊന്നും ഇല്ല കേട്ടോ. ചിലപ്പോൾ 12 ചിലപ്പം 2-3 മണിയൊക്കെ ആവും. കാരണം വീട്ടിൽ ആരും ഇല്ലല്ലോ, അച്ഛനും അല്ലേ ഉള്ളൂ. രാവിലെ കുളിക്കാന്ന് പറഞ്ഞാൽ, അമ്മ പോണതിന് മുന്നേ കുളിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഗൈസ്. അമ്മ നേരത്തെ പോകും, ഞാൻ എണീറ്റ് വരണമെങ്കിൽ തന്നെ അമ്മ പോകാനുള്ള നേരമാവും. അപ്പോൾ മുടിയൊക്കെ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചീർപ്പെടുക്കുമ്പം നിങ്ങൾ എങ്ങനത്തെ ചീർപ്പാണ് ഉപയോഗിക്കൽ? എല്ലാവരും എങ്ങനത്തെ ചീർപ്പായിരിക്കും യൂസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ പണ്ടേ ചെയ്തുകൊണ്ടിരുന്നത് കുഞ്ഞു നല്ല എന്താ പറയുക അടുപ്പിച്ച് പല്ലുള്ള ചീർപ്പായിരുന്നു കേട്ടോ യൂസ് ചെയ്യൽ. പിന്നീടാണ് അത് യൂസ് ചെയ്യാൻ പാടില്ല, മുടി പൊട്ടുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം അതാണെന്ന് മനസ്സിലായത്. പിന്നെ ഞാൻ വലിയ മീൻസ് പല്ലുള്ള ചീർപ്പ് വാങ്ങാൻ തുടങ്ങി. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ചെറുപ്പായിരിക്കും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഗൈസ് 12 മണിയായിട്ട് മുടിയൊന്നും അഴിക്കാണ്ട് രാവിലെ എണീറ്റ് അതേ കോലത്തിൽ നിന്നത് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ രാവിലെ എണീറ്റാൽ തന്നെ മുടിയൊക്കെ അഴിച്ച് നന്നായിട്ട് കെട്ടും. അങ്ങനെയൊക്കെ എന്നിട്ടാണ് പണിയൊക്കെ ചെയ്യൽ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തന്നെ നിന്നത്. ഒരുമാതിരി വൃത്തിയിട്ട കോലത്തിലാണല്ലേ ഉള്ളത്, കാണുമ്പോൾ തന്നെ അയ്യേന്ന് വിചാരിക്കും. താരം പോക്കാനുള്ള ഒരു കുഞ്ഞു പൊടിക്കൈയാണ് കേട്ടോ. അപ്പോൾ ഒരു കോഴിമുട്ടേൻ്റെ വെള്ളയും ഒരു ചെറുനാരങ്ങ എടുക്കുക, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എടുക്കുക കേട്ടോ. വേണമെങ്കിൽ മഞ്ഞ യൂസ് ചെയ്യുക, ഞാൻ മഞ്ഞ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് എൻ്റെ തലയിൽ താരമുണ്ട് ഗൈസ്. എന്ന് വെച്ചിട്ട് സ്ഥിരമായിട്ട് വരുന്നല്ല, ഒരു 5-6 മാസം കൂടുമ്പോഴൊക്കെയാണ് താരം വരിക. അപ്പം താരനെ മുഴുവനായിട്ട് പോക്കാനുള്ള വിദ്യയൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ വരുന്ന സമയത്ത്, അതായത് മുടി തീരെ ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്താണ് കേട്ടോ വരുന്നത്. ആ സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ പോക്കാനുള്ള ഒരു ഐഡിയ മാത്രമേ അറിയുള്ളൂ. ഈ ഒരു പാക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ തലയിൽ മുടി നരയ്ക്കുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്കിതുവരെ അങ്ങനത്തെ വേറൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം എന്ത് തലയിൽ തേക്കാണ്, മുഖത്ത് തേക്കുകയാണെങ്കിലും അവനവൻ്റെ സ്കിന്നിന് മാച്ച് ആവുന്ന എടുത്ത് തേക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ.